ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് PSC ആവർത്തിക്കുന്ന ഒരു ഏരിയയാണ് റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം എന്ന മേഖല. അതിൻ്റെ അകത്ത് ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി ചോദിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ആവർത്തിച്ചു വരുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് എന്താണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ്. ഇനി അടുത്തത് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ സ്ഥാപിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച ഒരു മതം ആണ് ആനന്ദ മതം എന്ന് പറയുന്നത്. ആനന്ദ മതം. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് ചിറ്റൂർ, പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ 1852 ഓഗസ്റ്റ് 26-നാണ്. 1852 ഓഗസ്റ്റ് 26-നാണ്. 1852 ഓഗസ്റ്റ് 26. അങ്ങനെ എടുത്തത് ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം 1918. ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷമാണ് 1918. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആലത്തൂരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിക്കുന്നത്. അടുത്തത് വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസിമാരെ ഉദരനിമിത്തമെന്ന് പരിഹസിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ജ്ഞാനക്കുമ്മി. അത് ഒരു എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ് ജ്ഞാനക്കുമ്മി. ജ്ഞാനക്കുമ്മി എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിൻ്റെതാണ് ജ്ഞാനക്കുമ്മി. അതുപോലെ സിദ്ധാനുഭൂതി, രാജയോഗ രഹസ്യം, ആനന്ദകൽപദ്രുമം, ആനന്ദഗുരുഗീത, ആനന്ദഗുണം, ആനന്ദദർശനം, ആനന്ദവിമാനം, ആനന്ദക്കുമ്മി, ശിവയോഗരഹസ്യം, വിഗ്രഹാരാധനാഖണ്ഡനം, മോക്ഷപ്രദീപം, അതുപോലെ ആനന്ദസൂത്രം, സ്ത്രീ വിദ്യാപോഷിണി. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റായി പറയുന്നത് സ്ത്രീ വിദ്യാപോഷിണിയും മോക്ഷപ്രദീപവും ആനന്ദസൂത്രവും ജ്ഞാനക്കുമ്മിയും ഒക്കെയാണ്. എക്സാമിന് ആവർത്തിക്കുന്ന ഏതാനും പുസ്തകങ്ങൾ എന്ന് പറയുന്നത് കൃതികളാണ്. ജ്ഞാനക്കുമ്മി എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അടുത്തത് മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. സ്ത്രീ വിദ്യാപോഷിണി എഴുതിയതും ബ്രഹ്മാനന്ദ ശിവയോഗി ആണ്. സാരഗ്രാഹി എന്ന ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിൻ്റെതാണ് സാരഗ്രാഹി. ഇനി ആനന്ദദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പോൾ സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ആനന്ദദർശനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. പുരുഷസിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകൻ, അതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി എന്നിങ്ങനെ അറിയപ്പെടുന്നതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അടുത്ത ചോദ്യം പല എക്സാമുകളിലൊക്കെ കാണുന്നതാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി ആണ്. മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന ദീർഘപ്രബന്ധം എഴുതിയതും ബ്രഹ്മാനന്ദ ശിവയോഗിൻ്റെതാണ്. അപ്പോൾ സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ഒരു ലഘുകാവ്യമാണ് ഈ സ്ത്രീ വിദ്യാപോഷിണി എന്നുള്ളത്. അപ്പോൾ സ്ത്രീ വിദ്യാപോഷിണി എന്നുള്ളത് സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘുകാവ്യമാണ് സ്ത്രീ വിദ്യാപോഷിണി എന്ന് പറയുന്നത്. മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ നരകങ്ങളൊന്നുമില്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ദർശനം ആണ് ആനന്ദദർശനം. അപ്പോൾ ആനന്ദദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദദർശനം പറയുന്നത് മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗനരകങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇനി അടുത്തത് മതങ്ങളെയും വിഗ്രഹാരാധനയും എതിർത്തിട്ടുണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനസ്സാണു ദൈവം എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗി ആണ്. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയെക്കുറിച്ച് ഉള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മരിച്ച വർഷം കൂടി നമുക്കൊന്ന് ഓർമ്മിക്കാം. 1929 സെപ്റ്റംബർ 10-നാണ് ഇദ്ദേഹം അന്തരിക്കുന്നത്. പിന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു ശിഷ്യനും കൂടിയാണ് വാഗ്ഭടാനന്ദൻ.